ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സഫയറിലെ ഒരു ബിഗ് തട്ടായിട്ടാണ്. ഇതൊരു ചിക്കൻ്റെ മിക്സ്ഡ് ഗ്രില്ലാണ് ഗൈസ്. നമുക്ക് ഇന്നത് കഴിച്ചാലും ഞാൻ റൂമേറ്റ് നാട്ടിൽ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റാണ് ഞങ്ങളുടെ ഒക്കെ മിക്സ്ഡ് ഗ്രിൽ. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഗൈസ്, നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. നമ്മുടെ ചെന്നൈയുടെ മാച്ച് നടക്കുന്നുണ്ട്, ചെന്നൈ ഹൈദരാബാദ്. ചെന്നൈയുടെ ആൾക്കാരാണ്, തലയാണ് നമ്മുടെ മെയിനാണ്. തല കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക്. ചെറിയൊരു സൗണ്ട് കേൾക്കാം, ക്ഷമിക്കുക. ചൂട് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടുണ്ടോ, ഇത് നന്നായിട്ട് ഇതേപോലെ പൊതിഞ്ഞൊക്കെ തരുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് തന്തൂരി റൊട്ടി പിന്നെ പെപ്സി ഒക്കെ ഉണ്ട് കേട്ടോ. കമോൺ ഗൈസ്, കമോൺ. ഇനി ആ യഥാർത്ഥ മൈ ഗോഡ് ഗൈസ്, oh my god, what is this guys? ഇതാണ് നമ്മുടെ കുത്തിച്ചാച്ച മുളകിൻ്റെ ഒരു ഫഹം. പിന്നെ ഇത് 1 2 3 4 പീസസ് നമ്മുടെ ഗ്രില്ല്, ലെഗ് പീസ് ഗ്രില്ലാണ്. ഇത് കബാബ് എന്ന് പറഞ്ഞാൽ പുതിന ചട്നി വെച്ചിട്ടുള്ള ഒരു കബാബാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ മാരിനേഷനുള്ള ഒരു കബാബാണ്. ഇത് ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഒരു ചിക്കൻ്റെ ഒരു ലെഗ് പീസ്. ഇതവർ ഗ്രില്ലല്ല, എണ്ണയിൽ പൊരിക്കുന്ന ടൈപ്പുള്ള ഒരു ഗ്രിൽ പീസാണ്. സോറി, വറുത്ത പീസാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇതെല്ലാം സഫയറിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ. പിന്നെ ഇത് കബാബ് തന്നെ. അപ്പോൾ ടോട്ടല് വെറൈറ്റി ഐറ്റംസ് 1 2 3 4 5 ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സവാളൊക്കെ ഇതൊക്കെ നമ്മുടെ ചൂടാക്കിയിട്ട് എന്താ പറയുക, ചൂടാക്കിനെ പറയൂലേ, ചുട്ടെടുക്കാന്നൊക്കെ പറയൂലേ നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ചേട്ടാ പെപ്സി ഇത് കാണിച്ചു കൊടുത്താൽ റൊട്ടിയും കാണിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതിൻ്റെ കൂടെ തരുന്ന ഒരു സംഭവമാണ് ഇത്. തന്തൂർ റൊട്ടിയാണ് കേട്ടോ. തന്തൂർ റൊട്ടിയാണ്. തന്തൂർ റൊട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല കേട്ടോ, വലിയതാണ് കേട്ടോ. ഒരു റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, നോക്കി ഗൈസ്, ഉണ്ടോ വലിയ ഇത് കനം നോക്കി. ഒരു 3 mm കനുണ്ട് ഇതിന്. അത് അത്യാവശ്യം നല്ല വലുതാ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിശപ്പൊക്കെ ഒരെണ്ണം കഴിച്ചാൽ പെട്ടെന്ന് വിശപ്പൊക്കെ മാറും. പിന്നെ സിഗ്നേച്ചർ സാധനമാണ്. ഇതാണ് അവരുടെ മെയിൻ സാധനം. ഇപ്പം നമ്മൾ ചിക്കനിൽ കണ്ട സാധനമാണിത്. അതിൻ്റെ മുളക് നമ്മുടെ നാട്ടിലെ മറ്റേ വറ്റൽ മുളകില്ലേ, ഉണക്കമുളക്, അത് ചതച്ചിട്ട് ഉണ്ടാക്കണ പുള്ളിയൊക്കെ ഇട്ടാണ് ചമ്മന്തിയും. അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. മാസ സാധനം ഇത്രയും പൊള്ളിയാട്ടോ. പിന്നെ നമ്മൾ നോർമൽ പോലെ തന്നെ മയോണസ്. പക്ഷെ ഇപ്രാവശ്യം ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു പുതിന ചട്നി കൂടെ ഉണ്ടാവും. അവർ വെച്ചിട്ടില്ല, അതൊന്നും അറിയില്ല. പിന്നെ ഒരു പെപ്സി. ഇത് വരുന്നത് 6.5 kg, 6.5 kg ആണ് ഈ ഒരു പ്ലാറ്ററിന് വരുന്നത്. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടില്ല ഗൈസ്. നമ്മുടെ മിക്സ്ഡ് ഗ്രില്ലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ആനക്കരി മുന്നോട്ടത് കയറിയ പോലെ ആയിട്ടുണ്ട്. കച്ചാലം മുച്ചാലം കഴിച്ച് സാധനം മൊത്തം തീർത്ത് ഒരു വഴിക്കായിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.